ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യ 2-1 സ്വന്തമാക്കിയിരിക്കുകയാണ്. നിർണായക മത്സരത്തിൽ 9 വിക്കറ്റിന്റെ ആധികാരികമായ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. നമുക്കൊപ്പം ഇന്ന് MSK ഉണ്ട്. MSK, ഒരു വലിയ പേടിയൊക്കെ ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു, ടെസ്റ്റ് പരമ്പരയ്ക്ക് പിന്നാലെ ഏകദിനം കൂടി പോകുമെന്നുള്ളത്. പക്ഷേ വിശാഖപട്ടണത്ത് എത്തിയപ്പോൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ഇന്ത്യയുടെ കയ്യിൽ തന്നെയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഒരു മേധാവിത്വം കാണിക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം, അല്ലേ? ടോസിൽ തന്നെ ഇന്ത്യക്ക് ഒരു ഭാഗ്യം ഉണ്ടായി. കാരണം അത്രയും കാലത്തിന് ശേഷമാണ് ഇന്ത്യക്ക് ടോസ് കിട്ടുന്നത്. 2 വർഷത്തിന് ശേഷമാണ്. അതായത് അവസാനമായിട്ട് കിട്ടിയത് 2023 ലോകകപ്പിന്റെ സമയത്താണ്, ന്യൂസിലാൻഡിനെതിരെയുള്ള സെമിയിലാണ്. അതിനുശേഷം 2 വർഷത്തിന് ശേഷം ഏകദിനത്തിൽ ഇന്ത്യക്ക് ടോസ് കിട്ടുന്നു. ആ സമയത്ത് KL രാഹുലിന്റെ മുഖഭാവത്തിൽ തന്നെ ഉണ്ട് അദ്ദേഹം. വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. സാധാരണ വലത് കൈ കൊണ്ടാണ് എല്ലാവരും ടോസ് ഇടുന്നത്. രാഹുൽ ഇടത് കൈ കൊണ്ടൊന്ന് പരീക്ഷിക്കുക, നമ്മൾ ഈ കൂടോത്രം പരീക്ഷിക്കുക എന്നൊക്കെ ഒരു നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ, ആ ഒരു ടൈപ്പില് രാഹുൽ ഇടത് കൈ കൊണ്ടാണ് ടോസ് ചെയ്തത്. ടോസ് ഇടാൻ വേണ്ടി പ്രത്യേക ക്ലാസ്സിലൊക്കെ പോയ ഒരു ഫീലാണ്. അതായത് ഇടത് കൈ കൊണ്ട് ഇപ്പം നമുക്കറിയാം, ഈ ടെസ്റ്റ് മത്സരങ്ങളിൽ പിന്നെ സ്റ്റുവർട്ട് ബ്രോഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഇംഗ്ലണ്ടിന്റെ ബോളറായ സ്റ്റുവർട്ട് ബ്രോഡ് ആഷസിന്റെയും മറ്റേ സമയത്ത് അദ്ദേഹം ബെയിൽസ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും. അതായത് എങ്ങനെയെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. വളരെ രസകരമായ ഒരു കൗതുകം. കഴിഞ്ഞ വേൾഡ് കപ്പിന് പാണ്ഡ്യ ഒരു കൂടോത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാർദിക് പാണ്ഡ്യ ഒരു കൂടോത്രം ചെയ്ത് വിക്കറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്റ്റുവർട്ട് ബ്രോഡ് ചെയ്തപ്പോഴൊക്കെ വിക്കറ്റും കിട്ടിയിട്ടുണ്ട്. അത് ആഷസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഈ ടോസ് ഇടുന്നതിനുള്ള ഈ ഇടത് കൈ കൊണ്ടൊക്കെ ടോസ് ഇട്ട് പരിശീലിച്ച് ആ ഒരു ടോസ് കിട്ടിയപ്പോഴുള്ള KL രാഹുലിന്റെ മുഖഭാവത്തിൽ തന്നെയുണ്ട് ഈ മത്സരം നമ്മൾ ജയിക്കും എന്നുള്ളൊരു ഫീൽ. കാരണം അവിടുത്തെ പിച്ചിനനുസരിച്ച് നമുക്ക് കൃത്യമായിട്ടും ടോസ് ലഭിച്ചു. ഇന്ത്യ അവരെ ബാറ്റിങ്ങിന് അയക്കുന്നു. സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീമിന് കുറച്ചൊരു ഡ്യൂഡ് ഫാക്ടറും മറ്റൊക്കെ നോക്കുമ്പോൾ അനുകൂലമാണ് എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു പ്രവചനങ്ങൾ. അതൊക്കെയും കൃത്യമായിട്ട് തന്നെ ഈ മത്സരത്തിൽ കണ്ടു എന്നുള്ളതാണ്. ഈ മത്സരത്തിൽ നോക്കുമ്പോൾ സൗത്ത് ആഫ്രിക്ക ചെയ്ത കുറച്ച് വിഡിത്തങ്ങളുണ്ട്. അത് ശരിക്കും ഇന്ത്യക്ക് വലിയ രീതിയിൽ തന്നെ തുണയായി. കാരണം സൗത്ത് ആഫ്രിക്കയിൽ ഇന്ന് തൊട്ട് മുമ്പത്തെ മത്സരത്തിൽ സെഞ്ചുറി അടിച്ച താരമാണ് എയ്ഡൻ മാർക്രം. ഓപ്പണിങ്ങിൽ ഇറങ്ങിയിട്ട് സെഞ്ചുറി അടിച്ച താരമാണ്. ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് 5ാമനായിട്ടാണ് ഇറക്കിയത്. അതായത് തൊട്ട് മുമ്പത്തെ മത്സരത്തിൽ അവരും ഒരു പൊസിഷൻ ഷിഫ്റ്റ് നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗംഭീർ എഫക്റ്റ് അവിടെയാണ് ശരിക്കും സംഭവിച്ചത്. കാരണം മാർക്രം നല്ല ഫോമിൽ നിൽക്കുന്ന, രണ്ടാമത്തെ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കാൻ പോലും കാരണം മാർക്രത്തിന്റെ ആ ഒരു ഇന്നിങ്സ് ആണ്. അദ്ദേഹം സെഞ്ചുറി അടിച്ച അദ്ദേഹത്തെ ഈ മത്സരത്തിൽ 5ാമനായിട്ട് ഇറക്കുന്നു. റിക്കൽട്ടൺ തിരിച്ചു വരുന്നു. നമ്മുടെ ക്വിന്റൻ ഡീകോക്ക് സെഞ്ചുറി അടിക്കുന്നു. അങ്ങനെ കൂടി സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 4 ഓപ്പണേഴ്സ് ഉണ്ട്.